ഹായ് ഹലോ എന്നൊരു ചെറിയ വ്ളോഗാണ്. നമ്മുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഇപ്പോഴാണ് എടുത്ത ആര്യയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അതേപോലെ ആര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു ഞാൻ. അത് കഴിഞ്ഞ് സർപ്രൈസ് ആയിട്ട് VNSന് ഒരു ഗിഫ്റ്റ് കൊടുത്തു. നമ്മൾ ഇതുവരെ മെറ്റേണിറ്റി ഷൂട്ട് നമ്മൾ എടുത്തില്ല. നമ്മൾ പ്രഗ്നൻ്റ് ശേഷം എടുക്കാം, 3 മന്തിൽ എടുക്കണം, 4 മന്തിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതല്ലാതെ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 8 മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 30 അവളുടെ ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇന്ന് തന്നെയാണ് അത് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് അവൾക്ക് അവിടെ ഒരു ചെറിയ സർപ്രൈസും. നമ്മൾ കോളത്താണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം VNS ആണ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ എന്തായാലും ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് മുറിക്കലും ചെറിയൊരു ഗിഫ്റ്റ്, എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റും കൂടെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഗിഫ്റ്റ് വേറെ ഒന്നുമില്ല, ഒരു അതവിടെ ചെന്ന് കാണാമല്ലോ, എന്തായാലും അതും കൂടെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മളെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കാര്യം കൂടെ, ഇന്ന് ഇപ്പോൾ അതിൻ്റെ കൂടെ VNSനും കൂടെ ഒരു ചെറിയ സർപ്രൈസ് എന്ന് കൊടുക്കാം. നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ടും ചെയ്യുന്ന VNS തന്നെയാണ്, ഫോട്ടോഷൂട്ട് ചെയ്യുന്ന VNS തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ആണ് ശരിക്കും പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം നമ്മൾ കാണുന്നത് VNSനെ. അതിൻ്റെ ഇടയിലൊന്നും കാണാൻ പറ്റില്ല, പുള്ളി വർക്കായി തിരക്കായി, ഞാനും ഇങ്ങനെ ഒരു ഓട്ടത്തിൻ്റെ തിരക്കായി. അപ്പോൾ എന്തായാലും ഇന്ന് കാണുമ്പോൾ VNSനും കൂടെ ഒരു ചെറിയ സർപ്രൈസ് ആയിട്ട് ചെറിയൊരു ഫോട്ടോ നമ്മൾ രണ്ടുപേരും കൂടെ ക്രിയേറ്റീവ് ചെയ്തതാണ്. അതേപോലെ പുറത്തെ VNSൻ്റെ ഒരു ഫോട്ടോ കിട്ടി, VNS ക്രിയേറ്റീവിൽ അത് ഞാൻ കാണിച്ചു തരാം. VNSൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഈ താഴത്തെ VNS ക്രിയേറ്റീവ് പുള്ളിയുടെ ലോഗയാണ്. ആദ്യം രണ്ടിനെയും കൂടെ എടുത്ത് ഞാൻ പതുക്കെ ഒന്ന് മെർജ് ചെയ്തൊക്കെ വെച്ചൊരു സാധനം ചെയ്തതാണ്. എന്തായാലും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അന്ന് പാർട്ടിക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ്. സോറി ഫോർ ദ ലേറ്റ്. കാരണം അന്ന് എന്തോ പറ്റിയില്ല, തിരക്കുകളായിരുന്നു. VNS വന്നു, പിന്നെ അങ്ങ് പോയി, പിന്നെ കണ്ടില്ല, അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ നമ്മൾ ഒരു പരിപാടി സംബന്ധമായിട്ട് കണ്ടതേ ഉള്ളൂ, അല്ലാതെ കണ്ടുമില്ല. അതൊക്കെ കൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഒരു ദിവസം രണ്ടുപേരും കൂടെ ഇറങ്ങി VNSനെ വിളിച്ച്, നമ്മുടെ കുറച്ച് ടീമുണ്ട്, ഉമേഷ് ഏട്ടൻ, അവരെല്ലാവരെയും കൂടെ ഒക്കെ വിളിച്ച് ഒരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടന്നില്ല. എന്തായാലും അത് ആ സമയത്ത് VNSന് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചത്, അതും നടന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് അതും കൂടെ കൊടുത്തേക്കാം. അതിൻ്റെയും കൂടെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമുക്ക് VNSനുള്ള പുതിയ ആദ്യം അവൾക്കുള്ളത് ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എൻ്റെ ഗിഫ്റ്റ് പാക്ക് കഴിഞ്ഞു. ഇത് VNSന്, ഇത് അവൾക്കുള്ളത് നമുക്കവിടെ പോയിട്ട് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഈ സമയത്ത് എന്തായാലും ഒരു ഫോട്ടോസ് എടുത്തു വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ അവൾ റെഡിയായി മേക്കപ്പൊക്കെ ഇട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ പരിപാടി? ഓ ശരി ശരി. അയ്യോ, എന്നാ പിന്നെ അത് മാറ്റി വെച്ചാലോ. ഇത്ര 7-ാം മാസം എടുക്കാമെന്ന് വിചാരിച്ചതാ. അപ്പൊ എല്ലാരും പറഞ്ഞു എനിക്ക് വയറിലാണ്, അതുകൊണ്ട് 8-ലെത്തി. ഇനിയും കൂടെ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ലേബർ റൂമിൽ പോയി എടുക്കേണ്ടി വരും. വേറൊരു കാര്യം എടുത്തു പറയുന്നത് എന്റെ ബർത്ത്ഡേ കൂടാണ്, അതുകൊണ്ട് എടുത്തു പറയണം എല്ലാവരും. എന്തോ കുത്തി പറയും പോലെ. കൃത്യം പറഞ്ഞല്ല, അന്ന് ഞാൻ മെറ്റാലിറ്റി എടുക്കുന്ന. അത് ശരി. നമ്മൾ എത്തിയപ്പോഴേ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് കാണാമേ. അപ്പോൾ നമ്മൾ കേക്ക് കേട്ടൊക്കെ പതുക്കെ പോവാണ്. നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ആഘോഷിച്ചാലോ? എനിക്കറിയണ ആര്യയുടെ ബർത്ത്ഡേ ഒരു ചെറിയ സെലിബ്രേഷൻ നമുക്കിവിടെ നടത്താം. എന്താന്ന് പറയാത്ത? പിന്നെ സർപ്രൈസ് നേരത്തെ ഫോൺ വിളിച്ച് പറയണം. ബീച്ചിന്റെ സൈഡ്. അപ്പോ ഹാപ്പി ബർത്ത്ഡേ ആര്യ. എന്തായാലും കപ്പിളായിട്ടല്ലേ, ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിങ്ങനെ ഒന്ന് ആഘോഷിക്കാൻ പറ്റിയതിലും എൻ്റെ ഗിഫ്റ്റ് ആയിട്ട് ഇതുണ്ട്. അപ്പൊ അത് രണ്ടും ആഘോഷിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, എന്താ അതാ കല്യാണത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ അന്ന് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അന്ന് മുങ്ങിയ ഒരാളുണ്ട് ഇവിടെ. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത, പ്രീ വെഡിങ് അല്ല പോസ്റ്റ് വെഡിങ്ങിനും എടുക്കാമെന്ന് വിചാരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് പൊതിഞ്ഞൊക്കെ വെച്ചതാ, അതും നടന്നില്ല. അപ്പോൾ എന്തായാലും അത് ഇപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാം കൂടെ ചേർത്ത് VNS ഒന്നും അറിയാതെ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്
ഇതൊരു ചെറിയ അത് കല്യാണത്തിന്റെ ഗിഫ്റ്റാണ്. ഇപ്പോഴേ തരാൻ പറ്റിയെന്ന് പറയുമ്പോഴല്ലേ പൊട്ടിച്ചോളൂ. വീനസിന്റെ ആണെങ്കിലും സംഭവം എഡിറ്റിംഗ് ഞാനായിരുന്നു, അതുകൊണ്ട് പല പാളിച്ചകളും കാണും. നമ്മളെ സപ്പോർട്ട് എല്ലാത്തിനും ഫോട്ടോസ് വരും, എല്ലാ ഫോട്ടോസും ഇത് ഞാൻ സംഭവം വേറെ നല്ല ഫേസ്ബുക്കിൽ കിട്ടിയൊരു ഫോട്ടോ നമ്മൾ രണ്ടുപേരും കൂടെ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് ഒരു ഫോട്ടോ ആക്കിയതാണ്. ഇത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ പിന്നെ എപ്പോ തരാൻ പറ്റും. അപ്പൊ എന്തായാലും വിയറ്റ്നാമിന്റെ ചെറിയ അപ്പൊ അതേപോലെ ക്രിസ്ത്യന്റെ ഒരു ചെറിയൊരു വിഭാഗം കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ പണം. ഇതെന്റെ ഗിഫ്റ്റ് ബർത്ത്ഡേ. ഐഫോണോ? നോക്കട്ടെ നോക്കട്ടെ. അതിനകത്ത് ചെറിയ ഫോണാണെങ്കിൽ ഒരു സംഭവം വേറൊന്നുമല്ല, ഷോപ്പല്ല, ഒരു ബാറ്ററി വീങ്ങി, നല്ല രീതിയിൽ വീങ്ങി. അത് കുറെ നാളായി കൊണ്ടു നടക്കണം. പിന്നെ എന്തായാലും വാങ്ങിക്കണം ഇനി. ഓണാക്കടേ തലയൊക്കെ കറങ്ങണ. ഓക്കെ കൊണ്ടിട്ടുണ്ട്. ഭാഗ്യം ഫ്ലിപ്കാർട്ട് ചോദിച്ചില്ല, ഇനി അതും ചോദിച്ചാലോ. എന്തായാലും ഓക്കെ. അപ്പൊ ഇന്നത്തെ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരും ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഉടനെ വരും കേട്ടോ. അടുത്ത ഡോട്ടിനുള്ളതായി.